ജീവിച്ചിരുന്നപ്പോൾ സിനിമയുടെ അവിഭാജ്യ ഘടകമായിരുന്നിട്ടും ആഘോഷിക്കപ്പെടാതെ എന്നാൽ മരണശേഷം ആഘോഷിക്കപ്പെട്ട ഒരു കലാകാരി. സിൽക്ക് സ്മിതയെ പോലെ ഈ വിശേഷണത്തിന് അനുയോജ്യമായ മറ്റൊരാൾ തെന്നിന്ത്യൻ സിനിമയിൽ അപൂർവമായിരിക്കും. ഇന്നും പകരം വയ്ക്കാനില്ലാത്ത സാന്നിധ്യമായ ഈ കലാകാരി ജീവിതത്തിന്റെ ബിഗ് സ്ക്രീനിൽ നിന്ന് വിട പറഞ്ഞിട്ട് ഇന്നേക്ക് 28 വർഷം. ദാരിദ്ര്യം കൊണ്ട് 4-ാം വയസ്സിൽ പഠനം നിർത്തേണ്ടി വന്ന ആളാണ് സ്മിത. വിജയലക്ഷ്മി എന്നായിരുന്നു ശരിക്കുമുള്ള പേര്. ആന്ധ്രാപ്രദേശിലെ എല്ലൂർ സ്വദേശിനിയായ വിജയലക്ഷ്മി പിന്നീട് അക്കാലത്ത് തെന്നിന്ത്യൻ സിനിമയുടെ തന്നെ കേന്ദ്രമായിരുന്ന മദ്രാസിലെ കോടമ്പാക്കത്തേക്ക് എത്തി. 1978 ഒരു കന്നഡ ചിത്രത്തിൽ മുഖം കാണിച്ചാണ് സിനിമയിലെ അരങ്ങേറ്റം. 1979 വണ്ടിച്ചക്രം എന്ന തമിഴ് ചിത്രത്തിലെ സിൽക്ക് എന്ന കഥാപാത്രമാണ് കരിയർ ബ്രേക്ക് ആയത്. സ്മിതയുടെ സാന്നിധ്യം സിനിമകൾക്ക് മിനിമം ഗ്യാരണ്ടി കൊടുക്കുന്ന ഒരു കാലമാണ് പിന്നീടുണ്ടായത്. സൂപ്പർ സ്റ്റാറുകളുടെ സിനിമകളിൽ പോലും സിൽക്ക് സ്മിത ഒരു അവിഭാജ്യ ഘടകമായി മാറി.